Good morning. So today we are going to study about orientable surfaces. So in example 5, we are going to evaluate a surface integral of a vector field. In order to do this, we need to examine the concept of an orientable surface. അതായത് നമ്മളൊരു സർഫസ് ഇൻ്റഗ്രൽ ഓവർ വെക്ടർ ഫീൽഡ് ഇവാലുവേറ്റ് ചെയ്യാൻ പോവാണ്. സോ അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം? വി നീഡ് ടു എക്സാമിൻ ദി കോൺസെപ്റ്റ് ഓഫ് ആൻ ഓറിയൻറ്റബിൾ സർഫസ്. എന്താണ് ഓറിയൻറ്റബിൾ സർഫസ് എന്ന് മനസ്സിലാക്കണം. So roughly an orientable surface S such as that given in this figure 9.136. It has two sides that could be painted different colors. അപ്പോൾ ഒരു ഓറിയൻറ്റബിൾ സർഫസ് എന്ന് പറയുമ്പോൾ അതിന് എന്താണ്? ഇതൊരു മൊബിയസ് സ്ട്രിപ്പാണ്. ഇതിന് നമുക്ക് രണ്ട് സൈഡുകൾ ഉണ്ടായിരിക്കും. രണ്ട് ഡിഫറെൻറ്റ് കളർ വെച്ച് പെയിൻറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ രണ്ട് സൈഡുകൾ ഉണ്ടായിരിക്കും. The Mobius strip shown in this figure B is not an orientable surface and is one-sided. ഇവിടെ ഫിഗർ ബിയിൽ കാണിച്ചിട്ടുള്ളത് എന്താണ്? വൺ സൈഡഡ് ആണ്. പക്ഷെ ഫിഗർ എയിൽ കാണിച്ചിട്ടുള്ളത് ഒരു ടു സൈഡ് സർഫസ് ആണ്. അപ്പോൾ നമുക്കിവിടെ രണ്ട് കളർ വെച്ച് അതിന് പെയിൻറ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇവിടെ മൊബിയസ് സ്ട്രിപ്പ് ആണെങ്കിൽ നമുക്ക് ഒറ്റ കളർ വെച്ചിട്ടാണ് പെയിൻറ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഈ മൊബിയസ് സ്ട്രിപ്പ് ഒരു ഓറിയൻറ്റബിൾ സർഫസ് അല്ല. പക്ഷെ ഈ എ എന്ന് പറയുന്ന ഫിഗറിൽ തന്നിട്ടുള്ള ഫിഗർ ഓറിയൻറ്റബിൾ സർഫസ് ആണ്. A person who starts to paint the surface of a Mobius strip at a point will paint the entire surface and return to the starting point. അപ്പോൾ ഈ Mobius stripൽ നമ്മളൊരു പോയിന്റിൽ വെച്ച് പെയിൻറ്റ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ നമ്മളിങ്ങനെ പെയിൻറ്റ് ചെയ്ത് സെയിം കളർ തന്നെ പോയിട്ട് നമുക്ക് ലാസ്റ്റ് ഇനീഷ്യൽ പോയിന്റ് തന്നെ തിരിച്ചെത്തും. Specifically, we say a smooth surface S is orientable or is an oriented surface if there exists a continuous unit normal vector function n. അപ്പോൾ ഒരു സ്മൂത്ത് സർഫസ് എസ്സിന് നമ്മൾ ഓറിയൻറ്റബിൾ എന്ന് എപ്പോഴാണ് പറയുക, അല്ലെങ്കിൽ അതിനൊരു ഓറിയൻറ്റഡ് സർഫസ് ആണെന്ന് എപ്പോഴാണ് പറയുക? ഇഫ് ദർ എക്സിസ്റ്റ് എ കണ്ടിന്യൂസ് യൂണിറ്റ് നോർമൽ വെക്ടർ ഫംഗ്ഷൻ n defined at each point xyz on the surface. അതായത് നമുക്ക് എന്തുണ്ടായിരിക്കണം? അവിടെ ഒരു കണ്ടിന്യൂസ് യൂണിറ്റ് നോർമൽ വെക്ടർ ഉണ്ടായിരിക്കണം. n ഓരോ പോയിന്റിലും ഡിഫൈൻഡ് ആയിരിക്കണം ഓൺ ദിസ് സർഫസ്. ദ വെക്ടർ ഫീൽഡ് n of xyz ഈസ് കോൾഡ് ദി ഓറിയന്റേഷൻ ഓഫ് s. അപ്പോൾ ആ n of xyz എന്ന് പറയുന്ന വെക്ടർ ഫീൽഡിനെയാണ് നമ്മൾ ഓറിയന്റേഷൻ ഓഫ് s എന്ന് പറയുന്നത്. ബട്ട് സിൻസ് എ യൂണിറ്റ് നോർമൽ ടു ദി സർഫസ് s at xyz can be either n of xyz or minus n of xyz, an orientable surface has two orientation. അപ്പോൾ ഒരു യൂണിറ്റ് നോർമൽ എന്ന് പറയുമ്പോൾ ഒന്നില്ലെങ്കിൽ നമുക്കത് മേലോട്ടാവാം അല്ലെങ്കിൽ താഴോട്ടാവാം. അപ്പോൾ സൈൻ അക്കോർഡിംഗ്ലി മാറും. അതുകൊണ്ട് തന്നെ ഇതിന് രണ്ട് തരത്തിലുള്ള ഓറിയന്റേഷൻസ് ഉണ്ടെന്ന് പറയാം. ഫിഗർ 9.37a to c. The Mobius strip shown in figure 9.37 is not oriented surface, since if a unit normal n starts at P on the surface and moves once around the strip on the curve C, it ends up on the opposite side of the strip at P. So points in the opposite direction ഈ ഫിഗറിൽ ഇപ്പോൾ നമുക്ക് ഇവിടെ യൂണിറ്റ് നോർമൽസ് എന്നും മൈനസ് എന്നും ആണ്. ഇവിടെ നമുക്ക് മേലോട്ട് എൻ ഉണ്ട്, ഇവിടെ താഴോട്ടുണ്ട്. പക്ഷെ മൊബൈൽ സ്ട്രിപ്പിൽ ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക. സോ സർഫസ് എസ് ഡിഫൈൻഡ് ബൈ z is equal to f of xy has an upward orientation. Figure 9.37b. ഓക്കെ, ഈ സർഫസിന് ഒരു അപ്വേർഡ് ഓറിയന്റേഷൻ ആണുള്ളത്. വെൻ ദി യൂണിറ്റ് നോർമൽസ് ആർ ഡയറക്റ്റഡ് അപ്വേർഡ്. ഇവിടെ എല്ലാ യൂണിറ്റ് നോർമൽസ് അപ്വേർഡ് ഡയറക്റ്റഡ് ആയത് കാരണം ഇതിന് അപ്വേർഡ് ഓറിയന്റേഷൻ ആണുള്ളത്. ദാറ്റ് ഈസ് ഇറ്റ് ഹാവ് പോസിറ്റീവ് കെ കമ്പണൻസ് ആൻഡ് ഇറ്റ് ഹാസ് എ ഡൗൺവേർഡ് ഓറിയന്റേഷൻ. സിയിൽ നമുക്ക് ഡൗൺവേർഡ് ഓറിയന്റേഷൻ ആണുള്ളത് വെൻ ദി യൂണിറ്റ് നോർമൽസ് ആർ ഡയറക്റ്റഡ് ഡൗൺവേർഡ്. അപ്പോൾ അതിന് നെഗറ്റീവ് കെ കമ്പണൻസ് ആണ് ഉണ്ടായിരിക്കുക. If a smooth surface S is defined by g of xyz equal to 0, then recall that a unit normal is n is equal to 1 by norm del g into del g.
del g എന്ന് പറയുന്നത് നമ്മുടെ ഗ്രേഡിയന്റ് വെക്ടർ ആണ്. അതായത് ജിനെ del g എന്ന് പറഞ്ഞാൽ ഡോ ജി ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ ജി ബൈ ഡോ വൈ ജെ പ്ലസ് ഡോ ജി ബൈ ഡോ സെഡ് കെ ആണ്. ദാറ്റ് ഈസ് ദി ഗ്രേഡിയന്റ് ഓഫ് ജി. del g ഗ്രേഡിയന്റ് ഓഫ് ജി ആണ്. സോ ഇഫ് എസ് ഒരു സ്മൂത്ത് സർഫസ് ആണ് ഡിഫൈൻഡ് ബൈ ജി ഓഫ് എക്സ് വൈ സെഡ് എന്ന് പറയുന്നത് ഈക്വൽ ടു 0, ദെൻ അതിനുള്ള ഒരു യൂണിറ്റ് നോർമൽ എങ്ങനെയാണ് നമ്മൾ കാണുക? എൻ ഇസ് ഈക്വൽ ടു del g by norm of del g ആണ്. അതായത് 1 by norm del g into del g. So if s is defined by z is equal to f of xy, then we can use g of xyz is equal to z minus f of xy, that is equal to 0. So നമുക്ക് z is equal to f of xy എന്നാണ് നമ്മുടെ ഫംഗ്ഷൻ തന്നിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ g of xyz എന്ന് പറയുന്ന ഫംഗ്ഷൻ ആരായിട്ട് എടുക്കും? z minus f of xy എന്ന് പറഞ്ഞിട്ട് എടുക്കും. അപ്പോൾ നമുക്ക് g of xyz equal to 0 എന്നുള്ള ഫോർമുല കിട്ടും. or g of xyz is equal to f of xy minus z എന്ന് എടുക്കും. അപ്പോഴും നമുക്ക് g of xyz 0 എന്ന് കിട്ടും, depending on the orientation of s. So as we shall see in the next example, the two orientations of an orientable closed surface are outward and inward. So ഈ എക്സാമ്പിൾ നോക്കാം. Consider the sphere of radius a greater than 0. ഒരു സ്ഫിയർ റേഡിയസ് എ ഉള്ളതാണ്. അതിൻ്റെ ഇക്വേഷൻ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ ആണ്. ഇഫ് യു ഡിഫൈൻ ജി ഓഫ് എക്സ് വൈ സെഡ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ പറഞ്ഞ് നമ്മൾ ഡിഫൈൻ ചെയ്യുകയാണ് ജി ഓഫ് എക്സ് വൈ സെഡ് എന്ന് പറയുന്ന ഫംഗ്ഷനെ. അതായത് ഇത് എ സ്ക്വയറിന് ഈ സൈഡിലോട്ട് കൊണ്ടുവന്നു. അപ്പോൾ നമുക്ക് ജി ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു 0 എന്നുള്ള ഫോമിൽ കിട്ടും. അങ്ങനെയാണെങ്കിൽ del g എന്ന് പറയുന്നത് ഡോ ജി ബൈ ഡോ എക്സ് ഐ ഡോ ജി ബൈ ഡോ വൈ ജെ ഡോ ജി ബൈ ഡോ സെഡ് കെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇവാലുവേറ്റ് ചെയ്തു. നോം ഓഫ് del g എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് എന്താണ് 2x ഹോൾ സ്ക്വയർ പ്ലസ് 2y ഹോൾ സ്ക്വയർ പ്ലസ് 2z ഹോൾ സ്ക്വയർ. സോ ഇതിനെ കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? 2 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ എന്ന് പറയുന്നത് എ സ്ക്വയർ ആണ്. സോ 2a എന്ന് വരും. then the two orientations of the surface എന്തായിരിക്കും? n എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ്? del g by norm del g ആണ്. സോ del g by norm del g എന്ന് പറഞ്ഞാൽ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? x by ai പ്ലസ് y by j പ്ലസ് z by a k എന്ന് വരും. n1 ഈക്വൽ ടു മൈനസ് n ആണ്. അതല്ല നമുക്ക് എന്താവാം? ഓപ്പോസിറ്റ് ഡയറക്ഷൻ എടുക്കാം, ഡൗൺവേർഡ് ഡയറക്ഷൻ എടുക്കാം. അപ്പോൾ നമുക്ക് എന്ത് വരും? മൈനസ് എക്സ് ബൈ ഐ മൈനസ് വൈ ബൈ എ ജെ മൈനസ് സെഡ് ബൈ എ കെ എന്നും കിട്ടും. അപ്പോൾ ദ വെക്റ്റർ ഫീൽഡ്സ് എൻ ഡിഫൈൻസ് ഔട്ട്വേർഡ് ഡയറക്ഷൻ ആണ്. ഇവിടെ പോസിറ്റീവ് എന്ന് പറയുമ്പോൾ ഔട്ട്വേർഡ് ഡയറക്ഷനും നെഗറ്റീവ് എന്ന് പറയുമ്പോൾ ഇൻവേർഡ് ഡയറക്ഷനും ആണ്. അതാണ് ഈ ഫിഗറിൽ അവർ ഡെപ്പിക്റ്റ് ചെയ്തിട്ടുള്ളത്. Next we have integrals of vector fields. If capital F of xyz that is equal to p of xyz I plus q of xyz j plus r of xyz k is the velocity field of a fluid. Okay, ഇത് capital F of xyz എന്ന് പറയുന്നത് ഒരു ഫ്ലൂയിഡിൻ്റെ വെലോസിറ്റി ആണ്. Then as we saw in figure 9.7.3 ഈ ഫിഗറിൽ കാണുന്ന പോലെ ഒരു ഫ്ലൂയിഡിൻ്റെ വെലോസിറ്റി ആണെങ്കിൽ then the volume of the fluid flowing through an element of a surface area delta s per unit time is approximated by ഈ സർഫസിൻ്റെ ഒരു ഡെൽറ്റ എസിലൂടെ പോകുന്ന ഈ ഫ്ലൂയിഡിൻ്റെ വോളിയം എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് അപ്രോക്സിമേറ്റഡ് ബൈ ഹൈറ്റ് ഇൻറ്റു ബേസ് ഏരിയ ആണ്. വോളിയം എന്ന് പറഞ്ഞാൽ ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് ആണ്. സോ അതെന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് കമ്പണൻ്റ് ഓഫ് എഫ് ഇൻറ്റു ഡെൽറ്റ എസ് ആണ്. ദാറ്റ് ഈസ് എഫ് ഡോട്ട് എൻ ഇൻറ്റു ഡെൽറ്റ എസ് ആയിരിക്കും. എഫ് ഡോട്ട് എൻ ഇൻറ്റു ഡെൽറ്റ എസ് ആയിരിക്കും. വേറെ എൻ എന്ന് പറയുന്നത് ഒരു യൂണിറ്റ് നോർമൽ ടു ദ സർഫസ് എസ് ആണ്. സോ ദ ടോട്ടൽ വോളിയം ഓഫ് എ ഫ്ലൂയിഡ് പാസിംഗ് ത്രൂ എസ് പെർ യൂണിറ്റ് ടൈം ഈസ് കോൾഡ് ദി ഫ്ലക്സ് ഓഫ് എഫ് ത്രൂ എസ്. അപ്പോൾ ഫ്ലക്സ് ഓഫ് എഫ് ത്രൂ എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ വോളിയം ഓഫ് എ ഫ്ലൂയിഡ് പാസിംഗ് ത്രൂ എസ് പെർ യൂണിറ്റ് ടൈം ആണ്. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ ഫംഗ്ഷനെ മൊത്തത്തിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ മതി. Therefore flux എന്ന് പറയുന്നത് is equal to double integral over s f dot n ds ആണ്. ഈ ഫംഗ്ഷൻ ഇൻറ്റഗ്രേറ്റ് ചെയ്തു. So this is the flux of f through s. That's problems ചെയ്യാനുണ്ടാവും. So in the case of a closed surface s, if n is the outer or inner normal, then equation 10 gives the volume of fluid flowing out or in through s per unit time. അപ്പോൾ ഒരു ക്ലോസ്ഡ് സർഫസ് ആണെങ്കിൽ ഈക്വേഷൻ നമുക്ക് എന്ത് തരും? വോളിയം ഓഫ് ഫ്ലൂയിഡ് ഫ്ലോയിങ് ഔട്ട്വേർഡ് ഓർ ഇൻവേർഡ് നമുക്ക് തരും. പെർ യൂണിറ്റ് ടൈമിനുള്ള വാല്യൂ നമുക്ക് തരും.
Example 5, flux through a surface in the example ആണ്. Let f of xyz equal to zj plus zk represent the flow of a liquid. Find the flux of f through the surface as given by that portion of the plane z is equal to 6 minus 3x minus 2y in the first octant oriented upward. So നമുക്ക് ഫംഗ്ഷൻ എഫ് തന്നിട്ടുണ്ട്. വെക്റ്റർ ഫീൽഡ് ആൻഡ് സർഫസ് ഇല്ലുസ്ട്രേറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഫിഗറിൽ. ഓക്കെ, ഇവിടെ നമ്മൾ z ഈക്വൽ ടു 0 കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് വരും? ഫസ്റ്റ് ഒക്ടന്റ് ആണ്. ഒക്ടന്റിൽ നമുക്ക് z ഈക്വൽ ടു 0 കൊടുക്കുമ്പോൾ നമുക്ക് 3x plus 2y equal to 6 എന്ന് കിട്ടും. അപ്പോൾ ബൈ ഡിഫൈനിങ് ദി പ്ലെയിൻ ബൈ ജി ഓഫ് എക്സ് വൈ സെഡ് എന്ന് പറയുന്ന പ്ലെയിൻ എന്താണ് നമ്മൾ എടുക്കുന്നത്? 3x plus 2y plus z minus 6 എല്ലാവരും കൂടെ ഒരു സൈഡിലേക്ക് കൊണ്ടുവരിക. അതാണ് നമ്മുടെ ജി ഓഫ് എക്സ് വൈ സെഡ്. We see that a unit normal with a positive k component is n എന്ന് പറയുന്ന ഫോർമുല എന്താ? del g by norm del g ആണ്. സോ ആ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. ഹെൻസ് ഫ്ലക്സ് എന്ന് പറയുന്ന ഡബിൾ ഇൻറ്റഗ്രൽ ഓവർ എഫ് ഡോട്ട് എൻ ഡി എസ് ആണ്. സോ ഫോർമുലയിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതായത് എഫ് എന്ന് പറയുന്ന വെക്ടർ തന്നിട്ടുണ്ട്, അതിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റ് വിത്ത് എൻ എടുക്കുമ്പോൾ നമുക്ക് ഇവിടെ ജെ കമ്പണൻറ്റും കെ കമ്പണൻറ്റും ഉണ്ടാവുള്ളൂ. സോ ഇവിടെ നമുക്ക് എന്ത് വരും? 2z by root 14 വരും. ഇവിടെ നമുക്ക് എന്ത് വരും? z by root 14 വരും. അപ്പോൾ 2z plus z എന്ന് പറയുന്നത് 3z by root 14 ആണ്. അതിൽ 1 by root 14 കോമൺ ഔട്ട് സൈഡ് എടുത്തപ്പോൾ ബാക്കി ഡബിൾ ഇൻറ്റഗ്രൽ ഓവർ 3z ds എന്ന് വരും. With r the projection of the surface onto the xy plane, we find from 10 that flux എന്ന് പറയുന്നത് 1 by root 14 into ഡബിൾ ഇൻറ്റഗ്രൽ ഓവർ r. ഈ z-ന് നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ക്വസ്റ്റ്യനിൽ നമുക്ക് അറിയാം z is equal to x minus 3y minus 2y ആണ്. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ആൻഡ് ഡി എസിന് നമ്മൾ റീജിയൻ ഓഫ് ഇൻറ്റഗ്രേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യുക. ലിമിറ്റ്സ് ഓഫ് ഇൻറ്റഗ്രേഷൻ കൊടുക്കുക. ഇത് കമ്പ്യൂട്ടർ ഡി എസ് എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്കറിയാം. മുന്നേ നമ്മൾ ഫോർമുല 10 എന്ന് നമുക്കറിയാം. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ആൻസർ കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്ക് 18 കിട്ടും. ഓക്കെ, ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് ആണ്. ഇവിടെ ഹൈറ്റ് റൂട്ട് 14 ആണ്. സോ ഡി എസിന് പകരം നമുക്ക് റൂട്ട് 14 ഡി എന്ന് കിട്ടും. ഓക്കെ, ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം അല്ലേ? ഓക്കെ, ബാക്കി ഇതിൽ നമുക്ക് എക്സസൈസ് ആണ്. ഡിപ്പെൻഡിങ് ഓൺ ദി നേച്ചർ ഓഫ് ദി വെക്റ്റർ ഫീൽഡ് ഇന്റഗ്രൽ 10 ക്യാൻ റെപ്രസെന്റ് അതർ കൈൻഡ്സ് ഓഫ് ഫ്ലക്സ്. ഇതൊന്നുമില്ല, റിമാർക്ക് നോക്കാം. അതായത് എസ് എന്ന് പറയുന്ന സർഫസിനെ നമുക്ക് രണ്ടായി സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. സോ കൺസിഡർ ഈ എക്സസൈസ് പ്രോബ്ലംസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊക്കെ ട്രൈ ചെയ്യാം. ഓക്കെ, സോ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മളിനി സ്റ്റോക്സ് തിയറാണ് സ്റ്റാർട്ട് ചെയ്യാനുള്ളത്. താങ്ക് യു.